നമ്മുടെ എൻട്രി ആപ്പ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മളുടെ ഭരണഘടനയുടെ ക്യാപ്സ്യൂൾസ്, അതെ, ഭരണഘടന പഠിക്കുന്ന സമയത്ത് ഏതൊക്കെ ടോപ്പിക്കുകൾ പഠിക്കണം, അതിനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കണം എന്നുള്ള കൺഫ്യൂഷൻ എല്ലാ PSC ഉദ്യോഗാർത്ഥികൾക്കും ഉണ്ടാകുന്നതാണ്. എന്നാൽ കൃത്യമായിട്ട് അതിൽ ഓരോ ടോപ്പിക്കും മിസ്സായി പോകാതെ പഠിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല ഒരു മാർക്ക് നമുക്ക് ഭരണഘടനയിൽ നേടിയെടുക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ ആദ്യമായിട്ട് ഭരണഘടന പഠിക്കാൻ പോകുന്നവരും ആദ്യമായിട്ട് PSC പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവരും ഒക്കെ ഒരു കാര്യം മനസ്സിലാക്കുക. നമ്മുടെ സിലബസ് നോക്കുമ്പോൾ ഇങ്ങനെ ഒരു ചെറിയ ഒരു സിലബസ് ആണ് കാണുന്നതെങ്കിൽ പോലും അതിനകത്ത് ഒരുപാട് കണക്റ്റഡ് ടോപ്പിക്കുകൾ പഠിക്കാനായിട്ടുണ്ട്, അല്ലെങ്കിൽ സബ് ടോപ്പിക്കുകൾ ഒരുപാട് അതിനകത്ത് വരുന്നുണ്ട്. അപ്പൊ അത് ഒരെണ്ണം പോലും മിസ്സായി പോകാതെ പഠിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പഠിക്കുന്ന സമയത്ത് പൂർണ്ണമായി എല്ലാം ഉൾക്കൊണ്ട് ഫുള്ളി കവർ ചെയ്ത് സിലബസ് കവർ ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക. അല്ലാത്ത പക്ഷം നമ്മൾ വിചാരിക്കുന്ന ഹോട്ട് ടോപ്പിക്സ് അല്ലെങ്കിൽ ഹോട്ട് ഏരിയാസ് മാത്രം, ഹോട്ട് ടോപ്പിക്സ് മാത്രം പഠിച്ചിട്ട് പോകുന്ന കുറെ ആൾക്കാരുണ്ട്. അങ്ങനെ പഠിച്ചിട്ട് പോവുകയാണെങ്കിൽ അവിടെ നിന്നും ചോദ്യം വന്നില്ലെങ്കിൽ എന്ത് പറ്റും? വീണ്ടും അടുത്ത പരീക്ഷയെന്നും പറഞ്ഞ് വീണ്ടും കാത്തിരിക്കേണ്ട ഒരു അവസ്ഥ വരും. സോ പഠിക്കുന്ന സമയത്ത് അത്രത്തോളം ആത്മാർത്ഥമായിട്ട് അതിൽ ഫുൾ ഡെഡിക്കേറ്റഡ് ആയിട്ട് അതിൽ നിന്ന് എങ്ങനെയൊക്കെ ചോദ്യങ്ങൾ വന്നാലും ആൻസർ ചെയ്യാൻ പറ്റണം എന്നുള്ള ആ ഒരു കാര്യം മനസ്സിൽ ഉറപ്പിച്ച് ഫുള്ളി കവർ ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക. എങ്കിൽ മാത്രമേ വെറുതെ ഒരു റാങ്ക് ലിസ്റ്റിന്റെ എവിടെയെങ്കിലും നമ്മളുടെ പേര് കിടക്കുന്നതിന് പകരം ആദ്യത്തെ ഒരു 100 റാങ്കിന്റെ ഉള്ളിൽ നമ്മുടെ പേര് വരികയുള്ളൂ. ഓക്കെ, അപ്പോ ഭരണഘടന എന്നുള്ള ആ ഒരു സബ്ജക്റ്റിൽ നിന്നും നിങ്ങൾ പഠിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു 50 ടോപ്പിക്കുകൾ ഞാൻ പറഞ്ഞു തരാം. കൃത്യമായിട്ട് ആ 50 എണ്ണം ഇനിയുള്ള സമയങ്ങളിൽ പഠിച്ച് കംപ്ലീറ്റ് ആക്കുക. ഓരോ ടോപ്പിക്കുകളും പഠിച്ചു തീരുമ്പോൾ അത് ടിക്ക് ചെയ്ത് വരിക. അതിനിടയ്ക്കായിട്ട് സമയം കണ്ടെത്തിയത് പഠിച്ച കാര്യങ്ങൾ റിവിഷൻ കൂടെ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു 5 മാർക്ക് നമുക്ക് ഫുള്ളി നേടിയെടുക്കാം. അതിപ്പം LGS പരീക്ഷ ആയിക്കോട്ടെ, 10th ലെവൽ പരീക്ഷ, +2 ലെവൽ, ഡിഗ്രി പ്രിലിംസ് പരീക്ഷ, മെയിൻസ് പരീക്ഷ, എല്ലാത്തിനും കോമൺ ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ്, ടോപ്പിക്കുകളാണ്. സോ ഒരു വട്ടം ആ 50 എണ്ണം പഠിച്ചു കഴിഞ്ഞാൽ എല്ലാ പരീക്ഷകൾക്കും നമുക്ക് നല്ല ഒരു മാർക്ക് നേടിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പൊ നമുക്ക് തുടങ്ങിയാലോ? ആ 50 ടോപ്പിക്കുകൾ ഞാനൊന്ന് പറഞ്ഞു തരട്ടെ, ശ്രദ്ധിച്ചു കേട്ടോണേ. ആദ്യത്തെ കാര്യം ഇതാണ്, ഭരണഘടനയുടെ ബേസ്, അതായത് അടിസ്ഥാന വസ്തുതകൾ പഠിച്ചു വെച്ചിരിക്കുക. ഓക്കെ, നമ്മളുടെ സിലബസ് തുടങ്ങുന്നത് ഭരണഘടനാ നിർമ്മാണ സമിതി എന്ന് പറയുന്ന ഈ ടോപ്പിക്കിൽ നിന്നാണ്. മിക്കവരും ചെയ്യുന്ന ഒരു കാര്യം അത് തൊട്ടങ്ങ് പഠിച്ചു തുടങ്ങും. പക്ഷെ PSC അവിടെ നിന്നല്ല ചോദ്യങ്ങൾ ചോദിക്കുന്നത്. ഭരണഘടനാ നിർമ്മാണ സമിതിയിലേക്ക് എത്തുന്നതിന് മുമ്പ് എന്തൊക്കെ കാര്യങ്ങൾ സംഭവിച്ചു, എങ്ങനെയാണ് ഭരണഘടനാ നിർമ്മാണ സമിതിയിലേക്ക് എത്തിപ്പെട്ടത്, അതിന്റെ ചരിത്രം എന്താണ് എന്നത് ഉൾക്കൊണ്ട് എന്ത് ചോദിക്കാറുണ്ട്? എപ്പോഴും ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. അപ്പൊ നമ്മൾ ആദ്യം പഠിച്ചിരിക്കേണ്ടത് ഭരണഘടനയുടെ അടിസ്ഥാന വസ്തുതകളാണ്. അതിനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കണം? ഭരണഘടനയുടെ പ്രത്യേകതകൾ എന്താണ്, ഭരണഘടനയുടെ ലക്ഷ്യങ്ങൾ എന്താണ്, ഓഗസ്റ്റ് ഓഫർ എന്ന് പറഞ്ഞാൽ എന്താണ്, ക്രിപ്സ് മിഷൻ എന്തായിരുന്നു, വേവൽ പദ്ധതി, ക്യാബിനറ്റ് മിഷൻ, ഇടക്കാല ഗവൺമെന്റ്, മൗണ്ട് ബാറ്റൻ പദ്ധതി, ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട്, ഇതൊക്കെ എന്താണെന്ന് വ്യക്തമായി പഠിച്ചു കഴിഞ്ഞാൽ ഭരണഘടനയുടെ അടിസ്ഥാന വസ്തുതകൾ നമ്മൾ പഠിച്ചു എന്ന് നമുക്ക് കണക്കാക്കാം. മനസ്സിലായോ? അപ്പൊ ബേസ് ആയിട്ട്, അതായത് ടോപ്പിക് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ ബേസ് ആയിട്ട് പഠിച്ചിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്കുകളാണ്. നോട്ട് ചെയ്ത് വെച്ചോ, ഇമ്പോർട്ടന്റ് ആണ്. അതിനുശേഷം നമ്മുടെ സിലബസിലോട്ട് കയറുമ്പോൾ ഭരണഘടനാ നിർമ്മാണ സമിതി പഠിക്കണം, കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി. ഈ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിക്കകത്ത് തന്നെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി പഠിക്കണം, വിവിധ കമ്മിറ്റികളുണ്ട്. ഈ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുമായി ബന്ധപ്പെട്ട കുറെ കണക്കുകളുണ്ട്, അതിന്റെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വ്യവസ്ഥകള്, ഇതെല്ലാം ഈ ഒരു ടോപ്പിക്കിനകത്ത് വരുന്നതാണ്. കുറച്ച് വാസ്റ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണെങ്കിൽ പോലും നമുക്ക് ഒരു തവണ പഠിച്ചു കഴിഞ്ഞാൽ നല്ലപോലെ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ടോപ്പിക്കാണ്. സോ അതാണ് നമ്മൾ അടുത്തത് പഠിക്കേണ്ടത്. പിന്നീട് നമ്മൾ പഠിക്കുന്നത് ഈ ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ കുറെ മലയാളികളുണ്ട് ഇല്ലെ, മലയാളികളുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളും PSC ചോദിക്കാറുണ്ട്. അതുകൂടി ഈ ടോപ്പിക് റിലേറ്റ് ചെയ്ത് പഠിച്ചു വെച്ചിരിക്കുക. ഇനി എപ്പോഴും PSC ചോദിക്കുന്നത് നമുക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടാണെന്ന് നമ്മൾ സ്വയം വിചാരിച്ചിരിക്കുന്നതുമായിട്ടുള്ള ഒരു കാര്യമാണ് ഇന്ത്യൻ ഭരണഘടന കടമെടുത്ത ആശയങ്ങൾ എന്ന് പറയുന്നത്. നമ്മൾ എപ്പോഴും PSCയുടെ മിക്ക ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്ത് നോക്കിയാലും മൗലികാവകാശങ്ങൾ എവിടെ നിന്ന് കടമെടുത്തു,
പാർലമെന്ററി വ്യവസ്ഥ എവിടെ നിന്ന് കടമെടുത്തു, അങ്ങനെയുള്ള ചോദ്യങ്ങൾ. ലിസ്റ്റുകളാണ് കൂടുതലും ചോദിക്കുന്നത്, ലിസ്റ്റുകൾ എവിടെ നിന്ന് കടമെടുത്തു എന്നൊക്കെ ചോദിക്കാറുണ്ട് അല്ലെ. അപ്പോ ഈ ഒരു കടമെടുത്ത ആശയങ്ങൾ നമുക്കറിയാം, നമ്മുടെ ഇന്ത്യൻ ഭരണഘടന പല ഭരണഘടനയിൽ നിന്നും പല രാജ്യങ്ങളിൽ നിന്നും വ്യവസ്ഥകൾ ഇങ്ങോട്ട് കടം കൊണ്ടാണ് നമ്മൾ ഇത്രയും വലിയ ഒരു ഭരണഘടന ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. അപ്പോ അത് എവിടെ നിന്നൊക്കെയാണ്, ഓരോ രാജ്യങ്ങളിൽ നിന്നും എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ കടമെടുത്തത് എന്ന് നല്ല അടിപൊളിയായിട്ട് തറവായിട്ട് പഠിച്ചു വെച്ചേ പറ്റത്തോളം ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. പിന്നെ പഠിക്കുന്ന ഒരു കാര്യമാണ് ഭരണഘടനയുടെ പട്ടികകൾ. ആദ്യം ബേസ് ആയിട്ട് നമുക്ക് ഭരണഘടനയുടെ ആർട്ടിക്കിൾ എന്താണെന്ന് മനസ്സിലാക്കണം, പട്ടികകൾ എന്താണെന്ന് മനസ്സിലാക്കണം അല്ലെ. പട്ടികകൾ എന്ന് പറഞ്ഞാൽ സ്കെഡ്യൂളുകളാണ്, ഓരോരോ വിവരണാത്മകമായിട്ടുള്ള രൂപത്തിനെ ആ ഭരണഘടനയുടെ അവസാന ഭാഗത്തിലേക്ക് പട്ടികയായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആ പട്ടികകളിൽ എന്തൊക്കെ പറയുന്നു, എല്ലാ പട്ടികകളും പഠിക്കണം എന്ന് കോമൺ ആയിട്ട് പറയെങ്കിലും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് പട്ടികകളുണ്ട്. അപ്പൊ 4-ാം പട്ടിക ചോദിച്ചിട്ടുണ്ട്, 7-ാം പട്ടിക, 8-ാം പട്ടിക, 11, 12 ഇതെല്ലാം PSC ചോദിക്കുന്ന പട്ടികകളാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, ആകപ്പാട് 12 എണ്ണല്ലേ ഉള്ളൂ. അപ്പൊ അതൊന്ന് നമ്മളെ പട്ടികകളെ കൃത്യമായിട്ട് പഠിച്ചു വെച്ചിരിക്കുക. അതുപോലെ തന്നെയാണ് ആമുഖം. ആമുഖം പഠിക്കുമ്പോൾ പ്രിയാമ്പിൾ ആണ്. പ്രിയാമ്പിളിനകത്ത് ബേസ് ആയിട്ട് ആ പ്രിയാമ്പിളിനെ മൊത്തത്തിലൊന്ന് അരിച്ചു പറക്കി അങ്ങ് പഠിക്കണം. അതായത് ആ പ്രിയാമ്പിൾ നമ്മൾ ഒരു 10 വട്ടമെങ്കിലും വായിച്ചു നോക്കണം. ആ മുഖത്തിനകത്ത് എന്തൊക്കെ വാക്കുകൾ പറയുന്നുണ്ട്, ഏത് ഓർഡറിലാണ് അത് കൊടുത്തിരിക്കുന്നത്, അവിടെ എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്, അതിന്റെ വിശേഷണങ്ങൾ എന്തൊക്കെയാണ്, ഇതൊക്കെയാണ് ആ മുഖത്തിൽ നമ്മൾ പഠിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ. മനസ്സിലായോ? അതിനുശേഷം നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് മൗലിക അവകാശങ്ങൾ. എപ്പോഴും ചോദിക്കും, ചോദ്യങ്ങൾ വളരെ റയർ ആയിട്ട് മാത്രമേ ഇതിൽ നിന്നും ചോദ്യങ്ങൾ ചോദിക്കാതിരുന്നിട്ടുള്ളൂ കേട്ടോ. അപ്പൊ മൗലിക അവകാശങ്ങളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫണ്ടമെന്റൽ റൈറ്റ്സ്. ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ ആർട്ടിക്കിൾ 12 മുതൽ 35 വരെ എന്തൊക്കെ കാര്യങ്ങൾ അതിനകത്ത് ഉൾക്കൊണ്ടിട്ടുണ്ട് എന്നും അതുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിളുകളും നല്ല അടിപൊളിയായിട്ട് തറവായിട്ട് മാറിപ്പോകാതെ തിരിഞ്ഞു പോകാതെ പഠിച്ചു വെച്ചിരിക്കുക. ഇനി മൗലികാവകാശങ്ങൾ ലംഘിക്കപ്പെടുകയാണെങ്കിൽ നമ്മൾ കോടതി വഴി അത് സ്ഥാപിച്ചെടുക്കാനായിട്ട് കോടതി എന്ത് ചെയ്യും, ഉത്തരവുകൾ പുറപ്പെടുവിക്കും. ആ ഉത്തരവുകളെയാണ് റിട്ടുകൾ എന്ന് പറയുന്നത്. ആക്ച്വലി റിട്ടുകൾ എന്ന് നമ്മുടെ സിലബസിൽ പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും മൗലിക അവകാശത്തിനകത്ത് വരുന്ന ഒരു ടോപ്പിക്കാണ് റിട്ടുകള്. എപ്പോഴും PSC ചോദിക്കുന്നുണ്ട്. റിട്ടുകൾ വളരെ 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 ഇമ്പോർട്ടന്റ് ആണ്. ദെൻ മാർഗനിർദ്ദേശക തത്വങ്ങൾ അഥവാ DPSP ആണ് നമുക്ക് അടുത്തതായിട്ട് പഠിക്കേണ്ടുന്ന ഒരു ടോപ്പിക്. DPSP റിലേറ്റഡ് ആയിട്ട് കൂടുതലും അതിന്റെ ബേസ് ക്വസ്റ്റ്യൻസും പിന്നെ ആർട്ടിക്കിൾസും ഒക്കെയാണ് കൂടുതലായിട്ടും ചോദിച്ചു കാണുന്നത്. അത് നല്ല വൃത്തിയായിട്ട് അങ്ങോട്ട് പഠിക്കുക. ഇനി മൗലിക കടമകൾ, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എന്ന് നമ്മൾ പറയും. ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളെ ഇന്ത്യൻ പൗരന്മാർക്ക് ഉണ്ടാകേണ്ട കടമകൾ ഉണ്ടല്ലേ. അപ്പൊ ആ 11 കടമകളും അതുമായി ബന്ധപ്പെട്ട ഭേദഗതികളും കാര്യങ്ങളും ഒന്ന് പഠിച്ചു വെച്ചാൽ മൗലിക കടമകൾ കംപ്ലീറ്റ് ആയിക്കോളും. ശേഷം നമ്മള് ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു ടോപ്പിക്കാണ് ഗവൺമെന്റിന്റെ ഘടകങ്ങൾ. ഇതാണ് എല്ലാവർക്കും കൺഫ്യൂഷൻ. അതിനകത്ത് എന്തൊക്കെ പഠിക്കണമെന്ന് ശ്രദ്ധിച്ചിരിക്കുക. ഗവൺമെന്റിന്റെ ഘടകങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് 3ആയിട്ട് കാറ്റഗറൈസ് ചെയ്യാം. എക്സിക്യൂട്ടീവ് അഥവാ കാര്യനിർവഹണ വിഭാഗം, ലെജിസ്ലേച്ചർ അഥവാ നിയമനിർമ്മാണ വിഭാഗം, ഇനി ജുഡീഷ്യറി അഥവാ നീതിന്യായ വിഭാഗം. അങ്ങനെ 3 കാറ്റഗറി ആയിട്ടാണ് ഗവൺമെന്റിനെ നമ്മൾ വിഭജിച്ചിട്ടുള്ളത്. അതിലെ കാര്യനിർവഹണ വിഭാഗം അഥവാ എക്സിക്യൂട്ടീവിൽ നിന്ന് ആരൊക്കെ വരുന്നുണ്ട്? രാഷ്ട്രപതിയെ പറ്റി പഠിക്കണം. രാഷ്ട്രപതിയുടെ അധികാരങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. രാഷ്ട്രപതിയുടെ അധികാരങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് പഠിച്ചു വെച്ചിരിക്കുക. അതുപോലെ തന്നെ നമ്മുടെ രാഷ്ട്രപതിമാരെ പറ്റിയിട്ട് നമ്മൾ ആദ്യം മുതൽ ഇപ്പൊ വരെ ഉള്ള രാഷ്ട്രപതിമാർ ആരൊക്കെയാണ്, അവരുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട വ്യവസ്ഥകൾ, കാര്യങ്ങളൊക്കെ ഒന്ന് ഫാക്ടുകളൊക്കെ ഒന്ന് പഠിച്ചു വെച്ചിരിക്കണം. പിന്നെ ഉപരാഷ്ട്രപതിമാർ ആരൊക്കെ ഉണ്ടായിരുന്നുവെന്നും അവരുമായി ബന്ധപ്പെട്ട ആ ഒരു ഓർഡറും കാര്യങ്ങളും ഒക്കെ ഒന്ന് പഠിച്ചു വെച്ചിരിക്കുക. ദെൻ അതുപോലെ തന്നെ കേന്ദ്ര മന്ത്രിസഭ എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ് കേന്ദ്ര മന്ത്രിസഭ, അതുപോലെ തന്നെ പ്രധാനമന്ത്രി, നമ്മുടെ പ്രധാനമന്ത്രിമാര്, ഗവർണർ, കേരള ഗവർണർമാര്, മുഖ്യമന്ത്രി, സംസ്ഥാന മന്ത്രിസഭ, ഈ പറയുന്ന വിഭാഗക്കാരെ എല്ലാം പറ്റി നമ്മള് ഒരു ജനറൽ ആയിട്ട് ഒരു അവയർനെസ് ഉണ്ടായിരിക്കണം. ജനറൽ അവയർനെസ് പോലെ ഇവരുമായി ബന്ധപ്പെട്ട മിക്ക ആർട്ടിക്കിളുകളും ചോദിച്ചിട്ടുണ്ട്. ഇവരുമായി ബന്ധപ്പെട്ടാണ് സ്റ്റേറ്റ്മെന്റുകൾ കൂടുതലായിട്ടും ഇപ്പോൾ ചോദിച്ചു കാണുന്നത്. ഇത് നല്ല വൃത്തിയായിട്ട് പഠിച്ചു തീർത്തേ പറ്റത്തുള്ളൂ. ഇതിനകത്ത് ഈ കാര്യനിർവഹണ വിഭാഗത്തിനകത്ത് വരുന്ന ഇത്രയും സബ് ടോപ്പിക്കുകൾ നമ്മൾ പഠിച്ചു പോയേ പറ്റത്തുള്ളൂ. മനസ്സിലായോ? അപ്പൊ ഗവൺമെന്റിന്റെ ഘടകങ്ങളിൽ കാര്യനിർവഹണ വിഭാഗം പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ അടുത്തതായിട്ട് പോകുന്നത് നിയമനിർമ്മാണ വിഭാഗത്തിലേക്കാണ്. നിയമനിർമ്മാണ വിഭാഗം എന്ന് പറയുമ്പോൾ അതിനകത്ത് ആരൊക്കെ ഉൾപ്പെട്ട് വരുന്നുണ്ട്?
പാർലമെന്റ്, രാജ്യസഭ, ലോക്സഭ, ലോക്സഭാ സ്പീക്കർ, ലോക്സഭയും രാജ്യസഭയുടെയും സീറ്റ് വിഭജനം ഓരോരോ സംസ്ഥാനങ്ങളിത്, അതുപോലെ തന്നെ സംയുക്ത സമ്മേളനം, ബില്ലുകള്, ധനബില്ല്, പിന്നെ പാർലമെന്ററി നടപടികള്, പാർലമെന്ററി കമ്മിറ്റികള്, ബഡ്ജറ്റ്, സംസ്ഥാന നിയമസഭ, നിയമസഭാ സ്പീക്കർ, ഇത്രയും ടോപ്പിക്കുകളാണ് നിയമനിർമ്മാണ വിഭാഗത്തിൽ വരുന്നത്. PSC ഇപ്പം ട്രെൻഡിങ് ആയിട്ട് ഉള്ളത് കൂടുതലും ഇതിനകത്ത് നിന്നുള്ള ചോദ്യങ്ങളാണ് കേട്ടോ. അപ്പോ ആ ചോദ്യങ്ങളും കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കുക. ലോക്സഭ രാജ്യസഭയൊക്കെ എപ്പോഴും ചോദിക്കുന്നതാണ്. അത് കൃത്യമായിട്ട് ഫോളോ ചെയ്ത് പോകാനായിട്ട് ശ്രമിക്കുക. മനസ്സിലായോ? അപ്പോ വിട്ടു പോകരുത്, ഒരു ടോപ്പിക് പോലും ഇതിനകത്ത് മറന്നു പോകരുത്. ഓക്കെ, അതുപോലെ തന്നെ അടുത്തതായിട്ട് പഠിക്കേണ്ടുന്ന ഒരു ടോപ്പിക്കാണ് നീതി ന്യായ വിഭാഗം. നമ്മളെ ഗവൺമെന്റിന്റെ ഘടകങ്ങൾ എന്ന് പറയുന്ന ടോപ്പിക്കില് വരുന്ന മൂന്നാമത്തെ വിഭാഗമാണ് നീതി ന്യായ വിഭാഗം. അതിനകത്ത് സുപ്രീം കോടതിയെ പറ്റി പഠിക്കുക, സുപ്രീം കോടതിയുടെ അധികാരങ്ങളെ പറ്റി പഠിക്കുക, ഹൈക്കോടതിയെ പറ്റി പഠിക്കുക, പ്രത്യേകിച്ച് നമ്മുടെ കേരള ഹൈക്കോടതിയെ പറ്റി പഠിക്കുക. അവിടെയുള്ള ആദ്യത്തെ ചീഫ് ജസ്റ്റിസ് ആരായിരുന്നു, നിലവിലത് ആരാണ്, ആദ്യത്തെ വനിത ആരാണ്, അങ്ങനെയൊക്കെയുള്ള കുറെ കാര്യങ്ങൾ നമുക്ക് കേരള ഹൈക്കോടതി റിലേറ്റ് ചെയ്ത് പഠിക്കാനായിട്ടുണ്ട്. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഗവൺമെന്റിന്റെ ഘടകങ്ങൾ എന്ന് പറയുന്ന ടോപ്പിക്കിനകത്ത് വരുന്നത്. മനസ്സിലായോ? കാണുമ്പോൾ ചെറിയൊരു ടോപ്പിക് ആണെങ്കിലും അതിന്റെ ഉള്ളിലേക്ക് പോകുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അതിനകത്ത് പഠിക്കേണ്ടതായിട്ട് വരും. ഇനി ഭരണഘടനാ ഭേദഗതികൾ അടുത്തൊരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ്. നമ്മുടെ സിലബസിൽ കൂടുതലായിട്ട് 42, 44, 52, 73, 74, 86, 91 എന്തൊക്കെ പഠിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളതെങ്കിൽ പോലും നമുക്ക് ബാക്കിയുള്ള ഭേദഗതികൾ കൂടി, അതായത് 101, 102, 104, 106 ഇത് കൂടി പഠിച്ചു വെച്ചിരിക്കുക. കാരണം നമുക്ക് ലോക്സഭ, രാജ്യസഭ എന്നൊക്കെ പറയുന്ന കുറെ ടോപ്പിക്കുകളൊക്കെ പഠിക്കാനില്ലേ. അപ്പോ അതുമായി ബന്ധപ്പെട്ട് വരുന്ന കുറച്ച് ഭേദഗതികളുണ്ട്. അവിടുത്തെ റിസർവേഷന്റെ കാര്യങ്ങള്, വുമൺ റിസർവേഷൻ ബില്ല്, അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അതുപോലെ നമുക്ക് ഭരണഘടനാ സ്ഥാപനങ്ങൾ പഠിക്കാനുണ്ട്. അപ്പൊ GST കൗൺസിലിനെയൊക്കെ പറ്റി പഠിക്കും. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങള്, പിന്നെ സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളിനകത്ത് മെർജ് ചെയ്ത് വരുന്ന കുറച്ച് ഭേദഗതികൾ കൂടി നമ്മൾ അഡീഷണൽ ആയിട്ട് ഭരണഘടനാ ഭേദഗതികളിൽ പഠിച്ചു വെച്ചിരിക്കുക. ദെൻ നമ്മൾ പോകുന്നത് പഞ്ചായത്തി രാജ് എന്ന് പറയുന്ന ടോപ്പിക്കിലേക്കാണ്. പഞ്ചായത്തി രാജ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ഗ്രാമസഭ, പഞ്ചായത്ത് സംവിധാനവുമായി ബന്ധപ്പെട്ട കമ്മിറ്റികളൊക്കെ നമുക്ക് പഠിച്ചു വെച്ചു. അശോക് മേത്ത കമ്മിറ്റി, ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി, അങ്ങനെയൊക്കെയുള്ള കുറെ കമ്മിറ്റികളുണ്ട്. ആ കമ്മിറ്റികളുടെ കാര്യങ്ങൾ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിച്ചു വെച്ചിരിക്കുക. അതുപോലെ നമുക്ക് അടിയന്തരാവസ്ഥ എന്നുള്ള ടോപ്പിക് അഥവാ എമർജൻസി എന്നുള്ള ടോപ്പിക് നമ്മുടെ സിലബസിൽ നമുക്കത് കാണാൻ സാധിക്കത്തില്ല. പക്ഷേ നമ്മുടെ പ്രസിഡന്റിന്റെ അധികാരങ്ങളിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനുള്ള അധികാരമൊക്കെ ഉണ്ട്. അപ്പോ അതെല്ലാം അതിനകത്ത് കയറി വരുന്ന കുറച്ച് ടോപ്പിക്കുകളാണ്. സോ അടിയന്തരാവസ്ഥ സെപ്പറേറ്റ് ആയിട്ട് തന്നെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് അതുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾസ്, അതുമായി ബന്ധപ്പെട്ട അമെന്റ്മെന്റ്സ് കാര്യങ്ങളൊക്കെ ഒന്ന് പഠിക്കാനായിട്ട് ശ്രമിക്കാം. കാരണം നമുക്ക് അമെന്റ്മെന്റ്സ് പഠിക്കുമ്പോഴും അതിനകത്ത് അടിയന്തരാവസ്ഥയിൽ കൊണ്ടുവന്ന മാറ്റങ്ങളൊക്കെ പഠിക്കാനുണ്ട്. സോ രണ്ട് രീതിയിലും മെർജ് ചെയ്ത് വരുന്ന കുറച്ച് ടോപ്പിക്കുകളാണ്, അത് പഠിച്ചു വെച്ചിരിക്കുക. പിന്നെ നമുക്ക് ലിസ്റ്റുകൾ പഠിക്കാനുണ്ട്. ലിസ്റ്റുകൾ എന്ന് പറയുമ്പോൾ സ്റ്റേറ്റ് ലിസ്റ്റ്, യൂണിയൻ ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്, അതിൽ ഓരോ ആശയങ്ങൾ അതിനകത്ത് എന്തൊക്കെയാണ് അടങ്ങിയിട്ടുള്ളത്, ഏതൊക്കെ വിഷയങ്ങൾ ഏതൊക്കെ ലിസ്റ്റിൽ കിടക്കുന്നു തുടങ്ങിയ കാര്യങ്ങൾ അവിടെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. പിന്നെ നമ്മൾ പോകുന്നത് എങ്ങോട്ടേക്കാണ്? നമ്മളുടെ ഭരണഘടനാ സ്ഥാപനങ്ങൾ എന്ന് പറയുന്ന ടോപ്പിക്കാണ്. അതിനകത്ത് പ്രധാനമായും ധനകാര്യ കമ്മീഷനെ പറ്റി പഠിക്കണം. ധനകാര്യ കമ്മീഷന്, പബ്ലിക് സർവീസ് കമ്മീഷൻ, അത് കേന്ദ്രവും സംസ്ഥാനവും എല്ലാം പഠിക്കണം. ഇലക്ഷൻ കമ്മീഷൻ, പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ, അറ്റോർണി ജനറൽ, കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ, അഡ്വക്കേറ്റ് ജനറൽ, ട്രിബ്യൂണലുകൾ, പ്രധാനപ്പെട്ട ആർട്ടിക്കിള്, അതുപോലെ തന്നെ ഭരണഘടനയുടെ ഓരോ ഭാഗങ്ങളിലെ വിശേഷണങ്ങളൊക്കെയാണ് നമുക്കിവിടെ പഠിക്കാനായിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ 50 ടോപ്പിക്കുകൾ നമ്മൾ പഠിച്ചു വെച്ചിരിക്കുക. ഈ 50 ടോപ്പിക്കുകൾ പഠിച്ചു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് നമ്മളുടെ ഈ ഒരു സിലബസ് നമുക്ക് ഫുള്ളി കംപ്ലീറ്റ് ആക്കാനും ഫുൾ മാർക്ക് നേടാനും സാധിക്കും. ഇനി ഇത് കൂടാതെ കുറച്ച് SCRT ചാപ്റ്റേഴ്സും NCRT ചാപ്റ്റേഴ്സും ഉണ്ട്. അത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു വീഡിയോയിലായിട്ട് ചെയ്യും. ഏതൊക്കെ SCRT ചാപ്റ്റേഴ്സ് ആണ് പഠിക്കേണ്ടത്, ഏതൊക്കെ NCRT ചാപ്റ്റേഴ്സ് ആണ് പഠിക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമ്മൾ വരുന്ന ദിവസങ്ങളിലായിട്ട് നമ്മൾ നിങ്ങൾക്ക് അത് ക്ലാസ് എടുത്ത് തരുന്നതായിരിക്കും. അപ്പൊ ഞാനൊരു കാര്യം ഇവിടെ പബ്ലിഷ് ചെയ്യാണ്. അതായത് നമ്മുടെ എൻട്രി ആപ്പ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മളുടെ ഭരണഘടനയുടെ ക്യാപ്സ്യൂൾസ്,
അതായത് ഓരോ ടോപ്പിക്ക് നിങ്ങൾ ഇപ്പോൾ കണ്ട ആ 50 ടോപ്പിക്കുകളില്ലേ, ആ 50 ടോപ്പിക്കുകളുടെയും ക്യാപ്സ്യൂൾ ക്ലാസ്സുകൾ അവിടെ ഒരു പുതിയ ഒരു പ്ലേലിസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് അവിടെ കിട്ടും. അപ്പോ ഈ ഒരു പ്ലേലിസ്റ്റിലൂടെ നമുക്ക് മാക്സിമം എല്ലാ ടോപ്പിക്സും ഓൾമോസ്റ്റ് ഫുള്ളി കവർ ചെയ്ത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വളരെ ഷോർട്ട് ആക്കി വളരെ ക്യാപ്സ്യൂൾസ് ആയിട്ട് പഠിച്ച് നിങ്ങൾക്ക് പോകാനായിട്ട് സാധിക്കും. അപ്പോ ഭരണഘടന എന്ന് പറയുന്ന ഒരു സബ്ജക്ട് ഇനി നിങ്ങൾക്ക് ഒരു വില്ലൻ ആകത്തില്ല എന്ന് മനസ്സിലാക്കുക. കൃത്യമായിട്ട് നിങ്ങൾ എൻട്രി ആപ്പിൽ ഉള്ളവരാണെങ്കിൽ, എൻട്രി ആപ്പ് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളവരാണെങ്കിൽ ജസ്റ്റ് നിങ്ങൾ കയറുക, ഫോൾഡർ ചൂസ് ചെയ്യുക. ഫോൾഡർ ചൂസ് ചെയ്തപ്പോൾ അതിനകത്ത് ഓരോ ക്ലാസ്സുകളായിട്ട് ഇനിയുള്ള ദിവസങ്ങളിലായിട്ട് വന്നുകൊണ്ടിരിക്കും. അതെല്ലാവരും കൃത്യമായിട്ട് പഠിച്ച് വരാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോ അത് വിട്ട് കളയേണ്ട. 5 മാർക്ക് എന്ന് പറഞ്ഞാലും 6ഉം 7 മാർക്കിന് വരെ PSC ഭരണഘടനയിൽ നിന്നും ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ഇനി 1 മാർക്ക് പോലും നമ്മൾ കൊണ്ട് കളയത്തില്ല. ഉറപ്പാണല്ലോ? ഓക്കെ ആണല്ലോ? അപ്പോ എല്ലാവരും കൃത്യമായിട്ട് ഈ ഒരു കാര്യം കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. അപ്പോ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. നമുക്ക് ഇനി വരുന്ന ദിവസങ്ങളിലായിട്ട് ഓരോരോ ക്ലാസ്സുകളായിട്ടും ക്യാപ്സ്യൂളുകളായിട്ടും കാണാം. താങ്ക് യു സോ മച്ച്.